ആരാനിപ്പത്തു വെച്ചാ ഒറ്റ വെച്ചാല് സുലൈമാന്റെ 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 ആരത് എന്താണ് അമ്മനെ എന്താ ഒച്ച കേട്ട് കൊടുത്തു ഞാന് എന്താണ് എന്താണ് ജോന്റെ തൊള്ള വിടും ഓ പറയട്ടെ കാര്യം എന്താ വെച്ചാല് ഞാൻ പറയാം ഞാനൊരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കൂല. പാവാന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലിപ്പതാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്നല്ലോ. എന്താ മുത്തശ്ശി പറയണേ? അത് ഞാൻ എങ്ങനെ ഉപ്പച്ചിനോട് പറയാ? എന്താ പറ്റിയത് പറയും മോളെ. ഉപ്പച്ചിയെ മമ്മുണ്ണി എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ഉപ്പച്ചി മമ്മുണ്ണിന്ന് ബാത്റൂമിന്ന് കേറി പിടിച്ച്. എന്താ മമ്മുണ്ണി ഞാനിത് കേക്കണേ? തന്നെ മമ്മുണ്ണിയെ ചെറ്റത്തരം ചെയ്തേണ്ട ചിലക്ക നായി ഇന്നോട്. ഇങ്ങോട്ട് നടക്ക 1.5 കാല അനക്ക് ഞാൻ കാട്ടിത്തരാം. ഈ കുടുംബത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് നടക്കായി. ഇങ്ങോട്ട് വായി. ആവശ്യത്തിന് ഒരു സാധനം ഈ പറമ്പിൽ തെരഞ്ഞാൽ കാണൂല. ഉള്ള ബട്ടിങ് കൊണ്ടൊക്കെ ഓള് കത്തിച്ച് കഴിച്ചിട്ടുണ്ടാവും. ചരക്കല്ലേ കൈ ജപ്തി കടന്നോ ഓന്ന് ഞാൻ കൊല്ലു. കുടുംബത്തിന് പേരുണ്ടാക്കാനായിട്ട് അന്നു ഞാൻ കൊല്ലു. ചെങ്ങായി മനുഷ്യന്റെ കുട്ടിയല്ലേ തല്ലിനെ ഒരു മനുഷ്യന്റെ കുട്ടിയെ കാര്യം വെച്ചാ പറയും. ആ ചണ്ടിപ്പണ്ടടത്ത് കിടന്നിട്ട് ചത്താ മതിയെന്ന് വിചാരിച്ചാ മതി. ഇമ്മാതിരി വിശത്തിനാണല്ലോ ഞാൻ തീറ്റി പോറ്റിയത്. എന്തിനാ റബ്ബേ ഇമ്മാതിരിയൊക്കെ എന്റെ തലയിൽ വെച്ച് കെട്ടിത്തന്ന്. വെറുതെ തല്ല എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഉമ്മാനി പെങ്ങളി തിരിച്ചറിയാത്ത നായെ കൊല്ല എന്റെ വേണ്ടിയത്. എന്താണ് ഈ പറഞ്ഞത്? എന്താ ഓനോട് ചോദിച്ചോക്കി എന്താ അവന്റെ തെറ്റേ? ആടോ മുന്തസിനെ കുളിമുറി കയറി പിടിച്ചല്ല അന്ന് ആയി കൊല്ലണ്ട. ഞാൻ ഓനെ കണ്ടിനോ അവനെ പിടിച്ചേ? ഞാൻ കണ്ടിട്ടില്ല. മുന്തസിനോട് പറഞ്ഞാണ് അവൻ ആർക്കും വിളിയും കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മമ്മുണ്ണിയെ വിളിച്ച് പറഞ്ഞ ശരിയാ? നേരം പോലത്തല്ലേ കാണരുത് തന്നെ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോണ്ടി. നിന്റെ കണ്ണുമുന്നിൽ കണ്ടുപോയത് തന്നെ. ഈ നിർത്തി വിടാനെ മമ്മുണ്ണി അങ്ങനെ ചെയ്യുന്ന എനിക്കൊന്നുമില്ല. പിന്നെ മുന്താസ് നോണ പറയാടോ. അതിലും വലിയ തെളിവെന്താഞ്ഞി? ഇപ്പൊ ശരിയാവും. മമ്മുണ്ണിയെ എന്റെ താത്തലിടോ ഇനി ഒന്നും പറയണ്ട. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്.
നേരം പോലത്തല്ലേ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കും. നീ എന്റെ പെരയിലേക്ക് വരില്ല. ഈ എന്തിനാ മമ്മൂട്ടി ഞാനൊക്കെ ചെയ്തത്? അതിന്റെ താത്തല്ലേ, അതൊക്കെ മോശമല്ലല്ലോ. ഞാൻ മൂത്തഴിക്കാൻ പറയാന് ഈ താത്ത മാത്രമല്ല എനിക്കറിയില്ല. പിന്നെന്താ ഉണ്ടായത്? എന്നോട് പറയ്. വാതിൽ തുറന്ന് കിട്ടാഞ്ഞപ്പോ ഞാൻ അതിനടുത്തന്നെ ഇരുന്ന് മൂത്തഴിച്ചത്. ഇത്താത്ത ഇന്ന കണ്ട് മേടിച്ചാൽ വെച്ചാല് ഈ കുളിമണി കയറിയിടോ? ഇല്ല പോക്ക. ഒരാള് കുളിമുറി ഇറങ്ങി പറഞ്ഞ് ഇന്നെ തള്ളിട്ടാണ് പോയത്. അത് ശരി, അപ്പൊ അതാണല്ലേ കാര്യം. എല്ലാം മുന്നേ ഇക്കോളത്ത് എന്റെ ഇപ്പനെ തല്ലി ശാസം എനിക്കത് പറഞ്ഞിടേനോ? പശുവിന് സമ്മതിക്കട്ടെ. പശുവിന് കൈ കൊഴടല്ല തന്നെ തല്ലല്ല തന്നെ. എനിക്ക് ആരില്ലായിട്ടല്ല മകനിക്ക. താത്താറ് മകൻ താത്തി തല്ലു, പശുവിന് മകൻ ഇപ്പച്ചും തല്ലു. ഞാൻ പോകൽക്ക ഇവിടുന്ന് പോക്കർക്കാക്ക് ഡിപ്പാരിമാരെ അറിയാം. ഞാൻ ഓരോത്തി പോയിക്കോല. എനിക്ക് അവര് ഓരോട് ഇങ്ങനെ തല്ല് വാങ്ങാനിട്ടോ കഴിയൂല. എങ്ങോട്ട് പോകണ്ടോ? ഇപ്പച്ചോണ്ട് എല്ലാ കാര്യം പറഞ്ഞ് ഞാൻ ശരിയാക്കിയോളാം. പോക്കർക്ക കുളിമുറി വേറെ ആളെ കണ്ടത് ഇപ്പച്ചോട് പറഞ്ഞു കേട്ടോ. ഇപ്പച്ചി താത്താട് തല്ലും. താത്താട് തച്ച താത്ത എനിക്ക് ചോറ് തരൂല. പിച്ചി ഇത്രയൊക്കെ തല്ല് കിട്ടിട്ടു ഇപ്പോഴും ഓളെ കുറിച്ച് നയിക്കണേ. താത്ത പാവാണ് മക്കൾക്ക്. ഇത്താത്ത എത്ര മയക്കാണ് തച്ചത്. എനിക്ക് പല്ല അടിച്ച് ചോറ് തരുമല്ലോ. എൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിന് ഇട്ടാൻ വേണ്ടി ജീവ അപ്പച്ചോടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. പോക്കർക്ക് നന്നോളി. ഞാൻ കയ്യും കാലൊക്കെ കഴിഞ്ഞിട്ട് വന്നോളാം. വേഗം വന്നിട്ടോ, വന്നോ, ഞാൻ പോവാം. ഇപ്പച്ചി ഞാൻ പോകട്ടോ. ഇന്ന് ആർക്കും വേണമല്ലോ. ഞാൻ പോകാൻ. ഇതിലിപ്പം ഗോപാലിന് കൊടുത്ത കണക്കും ക്ലിയറാണ്, സൊസൈറ്റിയിലെ പൈസൻ്റെ കണക്ക് ക്ലിയറാണ്. മുജീബിൻ്റെ പീടിയിലെ പൈസ കൊടുത്തത് ഓൻ പറഞ്ഞ കണക്ക് ശരിയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ മമ്മുണ്ണി ഇവിടെ പോയിട്ട് വല്ലതും തിന്നോന്നുള്ളതാണ് ഇപ്പം പുറത്തം കിട്ടാത്തത്. ഇതിലൊരുപാട് പൈസൻ്റെ ഷോർട്ട് കണ്ടു. ഇനി ഗോപാലൻ കള്ളുടിക്കാൻ വേണ്ടിയിട്ട് എന്നെ പറ്റിച്ചോ ഹിമാറ്? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വൈകി. ഇതെങ്ങനായിട്ടും പൈസൻ്റെ ക്ലിയർ കിട്ടണില്ല. ആ ഗോപാലനോ, ഞാൻ എന്നെ കാത്തിക്കേനി. അതെ, ഇതിലൊരുപാട് പൈസന്റെ ഷോർട്ട് ഉണ്ടല്ലോ. അത് എങ്ങനെ തെറ്റിയാ? ഇതില് കണ്ടമാന പൈസ ഇതിൽ കുറവ് കാണിക്കുന്നുണ്ട്. പോക്കരെ പറമ്പ് പുല്ലായിരിക്കും ചെയ്യുന്നു. പോക്കരെ പുല്ല് പുല്ല് കൊണ്ടുവരാൻ എന്താ ചെയ്യാ? വണ്ടിക്കൂലി കൊടുക്കണ്ടേ? വണ്ടിക്കൂലി ഇജ്ജല്ല പറഞ്ഞാൽ അത് അല്ലിച്ചുണ്ടെന്നാണ് എന്റെ തലവേദനയാണ്. അതിനല്ലേ ഗോപാല അജി പറഞ്ഞത് പോക്കരെ പറമ്പ് പുല്ല് തന്നെയാണ്ട് ഞാൻ തലയിലിച്ചുണ്ടെന്നാണെന്ന്. അതിനൊരു വണ്ടി വാടക. അതിന് എനിക്ക് തലയിലൊക്കെ വയ്യല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വണ്ടിക്ക് കൊടുന്നത്. എനിക്ക് ഗോപാല എന്നോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് ചായ പൈസ ഞാൻ തരാം. ശരി, ഞാൻ അവിടെ ഇരിക്കുന്നില്ല. എന്റെ മേലൊക്കെ ചതിയാണ്. ഞാൻ അവിടെ ഇരുന്നോളാം. എന്തേ
ഞാൻ എന്റെ പെരേക്ക് പോവാ. അതിനിപ്പോ എന്റെ സമ്മതം കിട്ടിയിട്ടില്ലല്ലോ ഇജ്ജ് പോണ്ടത്തൊക്കെ പോയി വരുന്നത്. അതിന് ഞാൻ പോവാൻ നേരത്തെ നിങ്ങളോടെ കാണണ്ടേ? എന്റെ കാര്യം വിട്. എന്താ എന്റെ വീട്ടിൽ ഇത്ര വലിയ വിശേഷം? ഞാൻ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിക്കാൻ പോവാ. അപ്പൊ എനിക്ക് ഇവിടെ എന്താ കുഴപ്പമുള്ളേ? ഇവിടെ നിന്നാ കുഴപ്പം തന്നെയുള്ളൂ. അങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, ഫോണ് നോക്കിയാലും കുറ്റം. ഇജ്ജ് എന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഞാൻ കുട്ടികളെ കൊണ്ടുപോണില്ല. കുട്ടികള് രാവിലെ സ്കൂളിൽ പോയതല്ലേ, ഞാൻ അവിടുന്ന് കൂട്ടി പോയിക്കോളാം. ഉപ്പച്ചി എന്താ ഇപ്പൊ ഇങ്ങനെ പറയണത്? നിങ്ങളെ മനസ്സിൽ ഞാൻ എന്താ വലിയ തെറ്റ് ചെയ്ത പോലാണല്ലോ. അതൊക്കെ ചെയ്തവർക്ക് ഇപ്പൊ അങ്ങനൊക്കെ തോന്നുള്ളൂ. അപ്പൊ ഞാൻ വലിയ തെറ്റ് ചെയ്തെന്ന് നിങ്ങളെ മനസ്സില്? അല്ലാണ്ടേ എന്റെ വർത്താനം കേട്ടിട്ട് ആ പാവത്തിനെ തച്ചി കൊല്ലാനാക്കി ഞാന്. ഈ പാവൊക്കെ ഇവിടെ കൊണ്ടുപോയി തീർക്കുകയും. ഇങ്ങോട്ട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്ന് അവിടെ അതന്നെ നടന്നത്. അമ്മോണ്ട് നിങ്ങൾക്ക് നല്ലവനായിരിക്കും. ഓൻ എന്നെ കയറി പിടിച്ച് ഓൻ എനിക്ക് അങ്ങനത്തെ കാണാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ കുട്ടികളും ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് എന്താ ഇത്ര വലിയ ഉറപ്പ്? ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ? എന്നോട് അതിനെ പറ്റി ഒന്നും പറയണ്ട. ഈ നാട് മുഴുവൻ ഈ കഥ അറിഞ്ഞീണ്. ഇനി കുഞ്ഞാപ്പൂവിന്റെ ചവിട്ടില് എത്തിക്കാതെക്കല് എന്റെ കൈവാണ്. കുഞ്ഞാപ്പിക്കാനോടെ ഞാൻ അന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞേ. എന്നോട് കുട്ടികളോട് എന്റെ വീട്ടിൽ പോയി നിൽക്കാനാ പറഞ്ഞത്. ചക്കിക്കൊത്ത ചങ്കരെന്ന് കേട്ടിക്കണ്. ഇജ്ജു ഓനൊക്കെ കണക്കന്നെ. ഞാൻ പോവാണ്. എനിക്കറിയാം ഞാൻ തെറ്റും ചെയ്തിട്ടില്ലാന്ന്. അത് എനിക്കാരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുഞ്ഞാപ്പുക്ക് വിശ്വസിച്ചാ മതി. ഇജ്ജ് പോവേ വരെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എനിക്ക് എന്നോട് വർത്തനം പറഞ്ഞിക്കാൻ നേരില്ല. ഓനാ പയ്യനൊക്കെ കയറുന്നില്ലേ? ആ പാലും കൊണ്ടേ കൊടുക്കണ്ടേ? ഇജ്ജ് എണീച്ചാ നമുക്കൊന്ന് പുറത്തു പോവാം. അല്ല പോയാൽ മാത്രം പോരാ, നമുക്ക് ഓക്കയും വേണം പിണ്ണാക്കും വേണം. അതൊന്ന് വാങ്ങാലോ. വാ. എന്റെ കുടുംബം തകരാറാക്കിയ മമ്മണ്ണിനെ ഞാനേ കാണിച്ചു തരാം. എനിക്കുണ്ട് എന്റെ കൂടെ ആൾക്കാര്. ഇജെങ്ങട്ടാ വന്നേ സേ? ഞാൻ എന്റെ പെരേക്കാണ്. അല്ല ഇജ്ജല്ലേ നാളെ പോയെന്ന്. എന്താ അർജന്റായിട്ട് പോകേണ്ട കാര്യം? എനിക്കിപ്പോ എന്റെ വീട്ടിൽ പണിയത് കാര്യം വേണോ? ഇന്നാളെ എന്നോട് പോയെന്നല്ലേ? എന്തൊരു അത്യാവശ്യ കാര്യമുണ്ടോ അപ്പൊ പോവാൻ? എനിക്കിപ്പോ പോണം തോന്നി ഞാൻ പോവാണ്. അല്ല അനക്കങ്ങനെ പോണ സമയത്ത് പോകാന്ന് വിചാരിച്ച ആ സമയത്ത് പോകാൻ പറ്റിയ മോളെ? അന്നവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ? അത് ചേച്ചിക്ക് പോണ്ടടത്തേക്ക് പോണ്ടേ? മോളെ ഈ പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഒന്നരാടം എന്റെ പേരെ പോകുമ്പേ ഈ നാട്ടുകാർ ആ നാട്ടുകാർ എന്താ വിചാരിക്കാം? അനക്ക് കെട്ടിയ പേരെ വന്ന് നിൽക്കാൻ പറ്റാത്തോണ്ടെന്ന് എന്റെ നാട്ടുകാർ വിചാരിക്കൂലേ? ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും അറിയോ? അനക്കെന്തോ ഒരു വേറെ വഴി വിട്ട ബന്ധമുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ പോണെന്ന് ഒരു നാട്ടുകാർ വിചാരിക്കാം. അത് കണക്കെടുക്കണം. ഈ ഞാനായിട്ടാണ് ഇവിടുത്തെ ആട്ടുനിപ്പ് സഹിച്ച് ഞാൻ അവിടെ ജീവിക്കണത്. ഇവിടെ എന്ത് കുഴപ്പമാണ് എനിക്കുള്ളത്? ഇവിടെ ഉണ്ടാക്കണ പോലെ അഞ്ചും എൻ്റെ കുട്ടികൾക്ക് എടുത്തു വെച്ച് തിന്നാൽ മതിയല്ലോ. ഒരു പ്രശ്നമില്ലല്ലോ. അല്ല സുഖമായിട്ട് കഴിഞ്ഞൂടെ എനിക്ക്? എൻ്റെ ഭർത്താവിൻ്റെ വീടുള്ളത്. പിന്നെ മമ്മൂണ്ടിയല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓൻ്റെ വാപ്പ പീടിയിൽ നിന്ന് വാങ്ങി കൊടുത്തോളൂ. ഇജ്ജ് ഓനെ നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മമ്മണ്ണി മതിയല്ലോ ഒരു ഇടങ്ങായി ചോറുന്നാനേ. ഞാൻ പറയാം കേൾക്കും മോളെ, ഇജ്ജ് അതൊന്നും ഒരു കാര്യമാക്കണ്ട. എൻ്റെ പേരയിലുണ്ട് ഒരു മരുള്. ഓളെ പേരിൽ എന്തേ പരിപാടിൻ്റെ മാത്രമേ പോലുള്ളൂ. ആ പരിസരത്ത് അങ്ങനെ പെണ്ണുകൾ ആർക്കും അറിയില്ല. അത് ഓളെ സ്വഭാവട്ടെ. അപ്പം എൻ്റെ മരുളെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കവിടെ എന്റെ ഇവിടുത്തെ പോലുള്ള അനുഭവം നോക്കവിടെ ഉണ്ടാവൂല. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം മോളെ. നമ്മൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നമ്മൾ എന്തേ വർത്തമാനം പറയാൻ നിന്നാലേ ആ കുടുംബത്തിൽ കലഹേ ഉണ്ടാക്കുള്ളൂ. കുറച്ച് നമ്മൾ ഒതുങ്ങണോ? അതാണ് ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ വീട്ടിലെ സ്ഥിതി. അങ്ങനെ പെരുമാറാൻ പഠിക്കണം നമ്മൾ കുട്ടികൾ. എന്തൊക്കെയാണ് എന്നെ കുറിച്ച് ഉപ്പച്ചി പറഞ്ഞത്? നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞ് നടക്കണത് അറിയോ? അതൊക്കെ കേട്ട് ഞാൻ ഇവിടെ നിക്കണോ? അന്നെ പറ്റി എന്താ പറഞ്ഞിണ്ടാക്കാൻ? ഇവിടെ അതിന് മാത്രം എന്താ പ്രശ്നം ഉണ്ടായത്? നിന്റെ കുഞ്ഞാപ്പുക്കേ ഗൾഫ് പോയപ്പോ മമ്മൂണിയാണ് എന്റെ കൂടെ. ഏയ് എന്ത് തോന്നിയ സൈ മോളെ പറയുന്നത്? ഞാനേ കുളിമുറിന്ന് ഇറങ്ങി വരുമ്പോ മമ്മൂണി എന്നെ കയറി പിടിച്ച്. അത് ഉപ്പച്ചിനോട് പറഞ്ഞപ്പോ ഉപ്പച്ചിക്ക് വിശ്വാസമില്ല. അതിനെ വീരാനോട് നല്ല തല്ലും കിട്ടിയില്ലോനെ. ഇനി അവന്റെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നം അവനോണ്ടുണ്ടാവില്ല. സത്യം എന്താണെന്നേ ഒരു ദിവസം പുറത്തു വരും. ഇന്നെന്തായാലും മോളെ ഈ എന്നോട് പോവല്ലേ? എന്തിനാ ഞാൻ ഇവിടെ നിക്കണത്? ഇപ്പച്ചി മമ്മൂണി ഇങ്ങോട്ട് വന്നോട്ടെ. നമുക്ക് എന്തിന്റെ പറഞ്ഞ് തീരുമാനിക്കാം. രണ്ടാളെ മുന്നിൽ ഞാൻ നിക്കൂല. ഞാൻ എന്തോ ആനക്കാരൻ ചെയ്ത മാതിരിയാണ് ഓരോ നോട്ടം പാവും. പോക്കറാക്കല്ലേ പറഞ്ഞു മോളെ. അന്നൊരു അച്ഛനും ഒരു വിണ്ടൂലഞ്ഞി കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ഈ നാട്ടുകാരുടെ ചെവി കൂടി എത്തിക്കണ്ട. അഞ്ച് എൻ്റെ എപ്പച്ചിനെ കൊണ്ട് വിളിച്ച
ഉപ്പച്ചി ഇങ്ങള് വരുന്നതിന് മുന്നാണ് ഇവിടെ നിന്നാണ് പോയത്. മോളെ എന്നാലേ ഞാൻ വൈകുന്നേരം വരട്ടോ, ഇവിടെ അങ്ങോട്ട് പോകാലോ. എന്നായിക്കോട്ടെ, ഞങ്ങള് പറഞ്ഞോണ്ട് ഞാൻ ഒന്നും പോണില്ല. എന്നാലേ അവിടത്തേക്ക് പോയിക്കോ, ഞാൻ വൈകുന്നേരം വരാം. ഇക്കണ്ട പുലിവാലൊക്കെ ഉണ്ടാക്കിയിട്ട് പോക്കല് കുഴപ്പമുണ്ടോ? ഓ വല്ലാത്ത പെണ്ണ കേട്ടോ, പെണ്ണൊരു പെട്ടെന്ന് കേട്ടിട്ടുള്ളൂ, അപ്പൊ നേരിട്ട് കണ്ടു ഞാൻ. എന്താ വെച്ച് ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ എന്റെ ഓളെ അവിടെ കൊണ്ടേക്കണേന് ഞാനെന്ത് പറയാനാ? അഞ്ചിഷ്ടമാണെങ്കിൽ നടക്കട്ടെ. ചോദിച്ചത് ഉണ്ടായിട്ട് നിങ്ങളതും പറയില്ലേ? എന്റെ സമ്മതം കിട്ടിയിട്ടാണല്ലോ ഓള് ആഴ്ചക്ക് 2 പ്രാവശ്യം പോണത്. നേരെ വെളുക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് പോകും, പിന്നെ 3 ആയിട്ടല്ലേ വരുള്ളൂ. പിന്നെ ഞാൻ ആരോട് ചോദിച്ചിട്ട് ഞാൻ പോകേണ്ടത്? അങ്ങനെ പോണവർക്കേ രാത്രി എന്നോട് പറയാം, ഞാൻ ഉണ്ടാവില്ല രാത്രി. നാളെ പോണെങ്കിൽ ഇന്ന് പറയാം. പക്ഷേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെ പറ്റി പറയണ്ട. ഞാൻ ഗൾഫിൽ പോയാൽ മുന്താസും കുട്ടികളും ഓളെ വരെ പോയിരുന്നത്. ഇവിടുത്തെ സ്കൂളിന് ടി സി വാങ്ങിയിട്ട് കുട്ടികളെ അവിടെ ചേർത്താം. ഞാനിപ്പോൾ പോയാൽ വരാൻ കുറച്ച് വൈകും. ഞാനവിടെ വേറെ കമ്പനിയിൽ പണി നോക്കുന്നുണ്ട്. കേളിവിടെ നിന്നോട്ടെ, ഓലെ കാണുകയും ചെയ്യാലോ. കാണാൻ തോന്നുമ്പോൾ അവിടെ പോയി കണ്ടുകൂടെ വെച്ചേ? രാവിലെ പോയാ ഉച്ചയാകുമ്പോൾ വന്നൂടെ? ഈ പൈക്കളവിടെ കിട്ടിക്കാണ്ട് എനിക്കതിനൊന്നും നേരം കിട്ടില്ല. നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. പക്ഷേ നിങ്ങൾ തമാശ ചെയ്യും. നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ പറഞ്ഞോ, നിങ്ങളുടെ സ്ഥലം ഓരേക്കലൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് 35 സെന്റ് സ്ഥലം കൊണ്ട് എന്താക്കാനാ? എനിക്ക് വീടെക്കാൻ പറ്റും. 35 സെന്റ് സ്ഥലം എന്റെ പേരിലുണ്ടായിട്ട് എനിക്ക് അതിലൊരു വീടുണ്ടാക്കാൻ കഴിയില്ല. എന്താ സൗദി രാജാവിന്റെ വീടുണ്ടാക്കിയില്ല? ഞാനൊരു ഗൾഫാണല്ലോ. പക്ഷേ എടുക്കുമ്പോൾ നല്ല തന്നെ എടുക്കണ്ടേ? അതിനൊന്നും കുഴപ്പമില്ല. കുഞ്ഞാക്കോ ഒന്ന് അന്തി ഉറങ്ങാനേ, ഇത് ഇരിക്കൂരില്ലാത്ത എത്ര ജനങ്ങൾ ഈ നാട്ടിലുണ്ടെന്നുള്ള അറിയി ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകാൻ നോക്കി എന്റെ മോനെ. വല്ലാണ്ട് പൂതി വെച്ചാലേ എങ്ങെത്തൂല എന്റെ മോനെ. അള്ളാനെ മറന്ന് പറയാം. അതൊക്കെ ശരി തന്നെ. ഞാൻ ചോദിക്കുന്ന അതല്ല. നിങ്ങൾക്ക് എന്തിനാ 30 സെന്റ് സ്ഥലം? എനിക്കത് പുഴുങ്ങിത്തെന്താന്? എനിക്ക് തരാനുള്ളതൊന്നുമില്ലേ? നീ മറ്റുള്ളവരെ തരണം. കുഞ്ഞാപ്പുക്ക, നിങ്ങള് മിണ്ടാന്നോളി. വീരെ കൂടി സ്ഥലം നമുക്ക് വേണ്ട. എന്റെ വീട്ടിലുണ്ട് ഇക്കുവരായിട്ടുള്ള സ്ഥലം, നമുക്ക് അവിടെ പോയി വീടുണ്ടാക്കാം. എന്റെ വാപ്പേ കോടീശ്വരനാണ്, ഞാനും അതുപോലെയല്ല. എനിക്ക് അത്രയൊക്കെ തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പണി? നിങ്ങൾക്ക് പൈസ തൈക്കൂടെന്നോ? നിങ്ങളെന്റെ ബാപ്പനെ കുറ്റം പറയണേ? ഞാൻ പറഞ്ഞോളാം. ഞാപ്പോ എന്റെ ഓളോട് വർത്താനം ഒന്ന് കുറക്കാൻ പറഞ്ഞു. എനിക്ക് ഈ ദേഷ്യം പിടിച്ചാലേ ഇന്നെ തന്നെ പിടിച്ചാൽ പറ്റൂല. കാര്യം പറഞ്ഞ ആർക്കും പറ്റൂല. കുഞ്ഞാപ്പുക്ക, എന്താ മുന്താസേ? ഞാൻ പഠിതരാം. ഇങ്ങോട്ട് വന്നാണേ, കൊണ്ട് പോവാ. എനിക്ക് പലിശയ്ക്ക് പോകണം. ഞാൻ ഉറങ്ങാൻ പോവാ. എന്താ നിങ്ങളെ തീരുമാനം? എന്റെ മോൻ പോയി ഉറങ്ങിക്കോ. സ്ഥലത്തിനെ പറ്റി പറഞ്ഞാണ് നേരം വെക്കാണ്ട. ഉറപ്പാണല്ലോ. എനിക്കറിയാലോ എന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞതാ. കണ്ട ഓർജിന്ന് കൊണ്ടുവന്ന കുട്ടികൾക്കൊക്കെ അങ്ങ് സ്ഥലം കൊടുക്കാം. നിങ്ങളെ സ്വന്തം മോനായി എനിക്ക് സ്ഥലമില്ല. ചെലക്കല്ലടാ, ഓത്തിന്ന് കൊണ്ടുവന്നതാ. അങ്ങനെ തന്നെ കൂട്ടിക്കോ. ഓർക്ക് സ്ഥലം ഞാൻ കൊടുക്കും. അത് ചോദിക്കാനാ ഇന്നോടില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്തിനാ അവനോട്? എന്റെ മുതല് ഞാൻ നയിച്ചുണ്ടാക്കിയ മുതല് അത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിലിരിക്കാൻ പാടണം. വാപ്പന്റെ മുതല് മക്കൾക്ക് അവകാശമുണ്ട്. നല്ല പോലെ അല്ലെങ്കിലേ തന്ന മുതൽ തിരിച്ച് വാങ്ങാൻ വീരാനറിയാം. എല്ലാവരും കട്ടി 5 സെന്റ് സ്ഥലം കൂടുതൽ എനിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ഇഞ്ചിന്റെ രംഗത്ത് കയറുക. കാര്യം മനസ്സിലാക്കണം. ലൈലൊക്കെ 1.5 വയസ്സുള്ളപ്പോഴാണ് നിങ്ങളമ്മ മരിക്കുന്നത്. 3 എണ്ണത്തിന് പോയിട്ട് വളർത്തിയ ആളാണ് ഈ വാപ്പ. എന്നിട്ട് പോയിട്ട് അവകാശം ചോദിച്ചു വന്നിക്കല്ലേ എന്റെ അടുത്ത്? എന്റെ മോൻ പോയിക്കോ, വാപ്പക്കൊരു വിരോധമില്ല, വാപ്പക്ക് തന്നെ ജീവിക്കും. എന്തിനാ നിങ്ങൾ മമ്മൂണിക്ക് സ്ഥലം കൊടുത്ത്? മാർക്കറ്റിൽ ഏതോ പെണ്ണിന് നിങ്ങൾക്ക് ഉണ്ടായ മോനാണോ? നമുക്ക് വാപ്പന്റെ പഴയ കാലം മാത്രം നടക്കി. എന്റെ ഉമ്മ മയ്യത്തായപ്പോഴേ
ഈ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞാൽ എന്നോട് പെണ്ണട്ടെ, എന്നിട്ട് വീരാൻ കിട്ടിയിട്ടില്ല. നിങ്ങളെ മൂന്നാമത്തിനെ ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് നോക്കൂല എന്നുള്ളത് പേടിച്ചിട്ടാണ് വീരാന് പെണ്ണ് കെട്ടാറുന്നത്. ഇപ്പോഴും വീരാന് കെട്ടാനുള്ള ആവതുണ്ട്. മനസ്സിലായി? അന്റെ പെണ്ണുങ്ങളെ വർത്തനം കേട്ടുകണ്ടേ ജിന്നേറ്റ് വർത്തനത്തിന് വരരുത്, അതെനിക്ക് നന്നാവൂല.